അവൾ പോകുന്നതും എല്ലാം നോർമലാകുന്നു. പക്ഷേ ഇതെല്ലാം കണ്ട് ഫെങ്ങിന്റെ കിളി പോയിരുന്നു. അടുത്ത സീനിൽ ഫെങ് ഡോക്ടറോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഫെങ്ങിന്റെ അമ്മ ഒരു മഴയത്താണ് മരണപ്പെട്ടത്. അത് അവന്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു. അതുകൊണ്ട് മഴ പെയ്തതിനു ശേഷം അവൻ ഏതെങ്കിലും പെൺകുട്ടികളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ, അവരെയൊക്കെ അമ്നേഷ്യയെ പോലെ ഒരു അസുഖം വന്ന് മറന്നു പോകും. അപ്പോഴാണ് ഡോക്ടർ അവന് മരുന്ന് കൊടുക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഷോങ്ഷിയെയാണ്. അവൾ ഒരു റെസ്റ്റോറന്റിൽ കയറി ഡ്രിങ്ക്സ് കുടിക്കും. അത് കുടിച്ച് ഫിറ്റായി കറങ്ങി നടക്കുന്ന സമയത്താണ് പാട്ട് പാടുന്ന ലീയെ അവൾ കാണുന്നത്. പക്ഷേ അവൾ കരുതുന്നത് അന്ന് രാത്രി ജീവൻ രക്ഷിച്ച ആളാണെന്നാണ്. അതേസമയം ലീക്ക് ഫെങ്ങിന്റെ കോൾ വന്നു. അത് വന്നതും അവൻ വാഷ്റൂമിലേക്ക് കയറും. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലീ ഫെങ്ങിന്റെ സ്റ്റെപ്പ് ബ്രദർ ആണ്. ഫെങ് അവനോട് ആർട്ടിസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി പെയിന്റിംഗ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫെങ്ങിന്റെ അസിസ്റ്റന്റ് വന്ന് അവനെ അവിടുന്ന് വലിച്ചോണ്ട് പോകുന്നു. ഫിറ്റായി റെസ്റ്റോറന്റിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പക്ഷേ ഫിറ്റായ ഷോങ്ഷി ബോധം കെട്ട് വീഴുന്നു. അടുത്ത സീനിൽ ഷോങ്ഷിയെ ഓണറിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവളുടെ ലുക്ക് കണ്ടിട്ട് അവൾ റിച്ച് ആണെന്നാണ് ഓണർ കരുതുന്നത്. പക്ഷേ ഷോങ്ഷി എണീക്കുമ്പോൾ അവൾ ഓണറോട് നന്ദി പറഞ്ഞ് പോവാനാണ് ശ്രമിക്കുന്നത്. ഷോങ്ഷിയും സംസാരം കേട്ടിട്ട് അവൾക്ക് വട്ടാണെന്നാണ് ഓണർ കരുതിയിരുന്നത്. എന്നിട്ട് അവർ നിലത്തിരുന്ന് കരയും. അത് കണ്ടിട്ട് ഷോങ്ഷി നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. ഇത് കേട്ട ഓണർക്ക് സമാധാനമാകുന്നു. ഓണർ ഷോങ്ഷിയോട് ഫുഡ് ഡെലിവറി ചെയ്യാനാണ് പറയുന്നത്. ഷോങ്ഷി ഇപ്പോൾ വണ്ടികൾ പേടിയായതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാറില്ല. പകരം ടെലിപ്പോർട്ട് ആവാറാണ്. അത് ഫെങ് അടുത്ത് നിന്ന് കണ്ട് ഞെട്ടിപ്പോകുന്നു. പിന്നെ നമ്മൾ ലീക്ക് ഡെലിവറി കൊടുക്കാനെത്തിയ ഷോങ്ഷിയെയാണ് കാണുന്നത്. ലീ അവളെ റൂമിലേക്ക് വിളിച്ചിട്ട് പറയും, എന്റെ ചേട്ടൻ എന്നെ ഇവിടെ തടവിലാക്കി ഇട്ടേക്കുക. നിനക്ക് മാത്രമേ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഷോഷിക്ക് പാവം തോന്നിയത് കൊണ്ട് അവൾ അതിന് സമ്മതിക്കുന്നു. പിന്നെ ഷോഷിയുടെ ഡ്രസ് ഇട്ട് പുറത്തേക്ക് വരുന്ന ലീയാണ് കാണുന്നത്. അതേസമയം ഫെങ് ലീയുടെ റൂമിലെത്തിയപ്പോൾ അവിടെ ഷോഷി ലീയുടെ ഡ്രസ് ഇട്ട് നിൽക്കുന്നു. അവിടെ കണ്ടതും ലീ എവിടെയാണെന്ന് തിരക്കുന്നു. അവൾക്കൊന്നും അറിയാത്തത് കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ ഫെങ്ങിന് അവളുടെ റെസ്റ്റോറന്റിന്റെ കാർഡ് കിട്ടുന്നു. അത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ അസിസ്റ്റന്റിനോട് പറയുന്നു. ഷോഷി റെസ്റ്റോറന്റിൽ എത്തുമ്പോൾ അവിടെ ഒരു ഡ്രസ്സും കാർഡും കാണുന്നു. ലീ അവളെ ഒരു റെസ്റ്റോറന്റിൽ ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചതറിഞ്ഞ് അവൾ നന്നായി സന്തോഷിക്കുന്നു. പിന്നെ ഷോഷി അവളുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് റെസ്റ്റോറന്റിൽ എത്തുമ്പോൾ അവിടെയെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. അവൾ അകത്തോട്ട് പോകുമ്പോൾ ഫെങ്ങിനെ അവിടെ ഇരിക്കുന്ന കാണും. ഫുൾ ഹോട്ടൽ അവൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത് കേട്ട ഷോൻഷി അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓണർ അവളെ പിടിച്ചു നിർത്തി പറയുന്നു, ഇത്രയും വലിയ ആള് നിനക്ക് വേണ്ടിയാണ് ഫുൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ അവനെ സെർച്ച് ചെയ്യണം. ഇത് ഷോഷിക്ക് അനുസരിക്കേണ്ടി വരുന്നു. അവൾ മെനു എടുത്ത് ഫെങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവൻ പറയും, എനിക്ക് ഇവിടുത്തെ എല്ലാ ഡിഷസും വേണം. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിരുന്ന് ലീയെ പറ്റി സംസാരിക്കാം. അവൾ അതെല്ലാം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അനുസരിക്കേണ്ടി വരുന്നു. ഷോഷിക്ക് കുക്കിംഗ് അറിയാത്തത് കൊണ്ട് അവൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അവിടെ തീ പിടിക്കുന്നു. അത് കണ്ട് ഫെങ് ഓടി വന്ന് അവന്റെ ഷർട്ട് ഊരി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.